ശ്രീനിവാസനെ പോലെ ഒരാൾ തിരക്കഥ തരുമെങ്കിൽ ആലോചിക്കാമെന്നാണ്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ ആ സിനിമയിൽ ശ്രീനിവാസൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രീനേട്ടനോട് അലക്സ് പറഞ്ഞു, ഞങ്ങളുടെ കമ്പനിയുടെ അടുത്ത പടത്തിൻ്റെ തിരക്കഥ താങ്കൾ എഴുതി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു, അതാലോചിക്കും, ആരാ സംവിധായകൻ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഈ പടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ലാൽ ജോസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു, അവൻ കൊള്ളാം, അവന് പറ്റും, ഞാൻ എഴുതാമെന്ന് പറഞ്ഞു. അത് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ. അപ്പോൾ അന്നത്തെ ശ്രീനേട്ടൻ്റെ ആ ഒരു വാക്കാണ് ഞാൻ സംവിധായകനാവാൻ കാരണം. അന്ന് ശ്രീനേട്ടൻ അത് പറഞ്ഞപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് ആലോചിച്ചു. കാരണം ശ്രീനേട്ടനെ പോലെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ, ഒരു മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാകൃത്ത്, വളരെ മലയാളികൾ പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും കൊടുത്തിട്ടുള്ളൊരു ആക്ടർ, അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരാൾ എന്നെപ്പോലെ ഒരു അസോസിയേറ്റ് ഡയറക്ടറെ എനിക്ക് സംവിധാനം ചെയ്യാൻ യോഗ്യതയുണ്ട് എന്ന് അസസ് ചെയ്യണം. അപ്പോൾ അതിനെനിക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എനിക്ക് തന്നൊരു കോൺഫിഡൻസ്, അതാണ് ഞാൻ സംവിധായകനാവാൻ തീരുമാനിക്കാൻ കാരണം.